ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഈ കാണുന്ന 32 ഇഞ്ച് LED TV യിൽ ബോർഡ് ചേഞ്ച് ചെയ്യുകയാണ്. ഇതിലേക്ക് മാറ്റി വയ്ക്കുന്ന പുതിയ ബോർഡ് ഈ കാണുന്നതാണ്. പാക്കറ്റിനുള്ളിൽ വരുന്നത് ഒരു റിമോട്ട്, ഫ്രണ്ട് പാനൽ കീ സെറ്റ്, അതിൻ്റെ കൂടെ തന്നെ കവറുമുണ്ട്, സൈഡ് കവർ, ഒരു ബോർഡ്. ഇത്രയുമാണ് പാക്കറ്റിനുള്ളിൽ. ഈ വീഡിയോ 6 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോ ആണ്. നിങ്ങളൊരു ഇലക്ട്രോണിക്സ് ഫീൽഡിൽ തുടക്കക്കാരനോ അല്ലെങ്കിൽ ബോർഡ് സ്വന്തമായി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണുക, ഉപകാരപ്പെടും. ഞാനിപ്പോൾ ഇവിടെ തൊട്ട് കാണിക്കുന്നത് ഫ്രണ്ട് പാനലിൻ്റെ കണക്ഷനാണ്. ടി വിയുടെ റിമോട്ട് സെൻസറും അതിൻ്റെ സ്വിച്ചും ഒക്കെ വരുന്ന ഫ്രണ്ട് പാനലിൻ്റെ കണക്ഷൻ. ഇപ്പോൾ തൊട്ട് കാണിക്കുന്നത് ടി വിയുടെ ഡിസ്പ്ലേ പാനലിൻ്റെ കണക്ഷനാണ്. ടി വിയുടെ പടം കാണുന്ന ഡിസ്പ്ലേയുടെ കണക്ഷൻ. ഈ കാണുന്നത് AC സപ്ലൈ കണക്ഷൻ. അടുത്ത് ഈ കാണിക്കുന്നത് സ്പീക്കർ കണക്ഷനാണ്. അടുത്ത് ഈ കാണിക്കുന്നത് ബാക്ക് ലൈറ്റ് LED കണക്ഷനാണ്. ബാക്ക് ലൈറ്റ് പ്രകാശിക്കുന്ന LED ബൾബിൻ്റെ കണക്ഷനാണ്. അപ്പോൾ LED TV ബോർഡ് ചേഞ്ച് ചെയ്യാൻ ഈ 5 കണക്ഷൻ അറിഞ്ഞാൽ മാത്രം മതി. പഴയ ബോർഡ് ഇളക്കിയെടുത്ത് പുതിയ ബോർഡ് ഫിറ്റ് ചെയ്യാം. ഈ LED TVയുടെ ബോർഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബാക്ക് ലൈറ്റ് വോൾട്ടേജ് ആണ്. ഈ പഴയ ബോർഡിൽ ബാക്ക് ലൈറ്റ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 100 വോൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്. 100 വോൾട്ട് 47 mm. നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ ബോർഡിൻ്റെ കപ്പാസിറ്ററിൻ്റെ വോൾട്ട് 160 എന്നും കാണാം. പഴയ കപ്പാസിറ്റർ 100 വോൾട്ട്, പുതിയത് 160 ആകുമ്പോൾ ചിലപ്പോൾ വോൾട്ടേജ് കൂടി വരാൻ സാധ്യതയുണ്ട് പുതിയ ബോർഡിൽ. നമ്മൾ ബാക്ക് ലൈറ്റ് LEDയെ ചെക്കറിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 49-50 വാട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആദ്യം AC കണക്ഷൻ കൊടുക്കുന്നു. രണ്ടാമത് ഫ്രണ്ട് പാനൽ LVDS കേബിൾ കൊടുക്കുന്നു. ഈ കേബിൾ കൊടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ നോക്കണം. കേബിളിലും ബോർഡിലും മാർക്കിംഗ് ഉണ്ടാവും. ഇപ്പോൾ കണക്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാനൽ കീ റിമോട്ട് സെൻസർ കണക്ഷനാണ്. അടുത്തതായി സ്പീക്കർ കണക്ഷനാണ്. അതിപ്പോൾ കൊടുക്കാൻ സാധിക്കില്ല. സ്പീക്കർ കണക്ഷൻ കട്ട് ചെയ്ത് ജോയിൻ്റ് അടിക്കേണ്ടി വരും. ഓരോ സ്പീക്കറിൻ്റെ വയർ എത്തുന്നില്ല. ബാക്ക് ലൈറ്റ് LED ബോർഡിൽ ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. അത് ചെക്കർ വഴി കത്തിച്ച് ബോർഡിൻ്റെ വോൾട്ടേജ് കുറച്ചതിന് ശേഷം മാത്രമേ ബോർഡിൽ കണക്ട് ചെയ്യുന്നുള്ളൂ. റിമോട്ടിൽ TV ഓൺ ചെയ്യുന്ന സമയത്ത് ബ്ലൂ ബാക്ക് ഓണായി വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ പിക്ചർ കൊടുത്ത് നോക്കുന്ന സമയത്ത് ഇതാണ് അവസ്ഥ. TV ഇൻപുട്ട് അടിക്കുക, 815 സർവീസ് നമ്പർ അടിക്കുന്ന സമയത്ത് സർവീസ് മെനു ഓപ്പണായി വരും. സർവീസ് മെനുവിൽ നിന്നും ജനറൽ സെറ്റിങ്സിലേക്ക് പോവുക. ജനറൽ സെറ്റിങ്സിൽ നിന്നും ബാക്ക് ലൈറ്റ് മോഡ് എടുത്ത് ബാക്ക് ലൈറ്റ് കുറച്ചാൽ മാത്രമേ ഈ ബോർഡിൽ നമുക്ക് ബാക്ക് ലൈറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യം ഇതിൽ നമ്മൾ ബാക്ക് ലൈറ്റ് 18 വരെ വെച്ചിട്ടുള്ളൂ. 18 വരെ വെച്ച് ബാക്ക് ലൈറ്റ് കണക്ട് ചെയ്ത് പിക്ചർ നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ബോർഡിൽ തന്നെയാണ് ബാക്ക് ലൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. TV ഓൺ ആക്കുന്ന സമയത്ത് പിക്ചർ പഴയതുപോലെ തന്നെ. പിക്ചർ റെഡി ആയിട്ടില്ല. ഇനി നമുക്ക് പിക്ചർ കൂടി റെഡിയാക്കേണ്ടതുണ്ട്. അതിനായി സർവീസ് മെനുവിൽ നിന്നും പാനൽ സെറ്റിങ്സിലേക്ക് പോവുക. പാനൽ സെറ്റിങ്സിൽ നിന്നും കളർ ഡെപ്ത് മാറ്റി നോക്കുക.
കളർ ഡെപ്ത് മാറ്റിയിട്ട് മാറ്റമൊന്നും കാണുന്നില്ല. നമുക്കിനി മൂന്നാമത്തെ ഫംഗ്ഷനായ LVDS കൺവെർട്ടർ ഫംഗ്ഷനിലേക്ക് പോവാം. ഓക്കെ, പിക്ചർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്ത് കാണിക്കാം. ഈ ടിവിയുടെ ബോർഡ് വരുന്ന പാക്കറ്റിൽ തന്നെ ഇതിൻ്റെ സർവീസ് മെനു വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതുപോലെ ഈ LED ടിവിയിൽ ബോർഡ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ടിവിയിലാണോ ബോർഡ് വയ്ക്കുന്നത് ആ ടിവിയുടെ ബാക്ക് ലൈറ്റിൻ്റെ വോൾട്ടേജ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ബോർഡ് അതിന് കണക്കായി വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പുതിയ ബോർഡിൽ വരുന്ന സൈഡ് കവർ ബോർഡിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ടിവിയിൽ ഉണ്ടായിരുന്ന ബോർഡും നമ്മളിപ്പോൾ വച്ച ബോർഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സോക്കറ്റുകളിൽ നല്ല വ്യത്യാസമുണ്ട്. അതാത് സോക്കറ്റിന് ആ ബോർഡിൽ തന്നെ സാധാരണയായി കവർ വരാറുണ്ട്. സ്പീക്കർ കണക്ഷനും നീട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു.